ശ്രീമന്നാരായണീയം ദശകം 21. നവവർഷങ്ങളും സപ്തദ്വീപാദികളും. ശ്ലോകം 2. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രശ്രവോഭിർഷുഭി പരിണൂയമാനം കൽപ്പാന്തഗൂഢ നിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു, ഭൂമിയുടെ മധ്യഭാഗത്തായിട്ട് ഇളാവൃതം എന്നു പേരായിട്ടുള്ള ആ ഭൂഖണ്ഡം, അവിടെ ശ്രീ പാർവതി നായികയായിട്ട് സ്ത്രീജനങ്ങൾ മാത്രമുള്ള ആ ഭൂഖണ്ഡത്തില് ശ്രീ പരമേശ്വരൻ മന്ത്രങ്ങളാലും സ്തുതികളാലും സംഘർഷണമൂർത്തിയായ ഭഗവാനെ, ബലരാമനെ സേവിക്കുന്നു. ഇനി ഭദ്രാശ്വനാമക ഭദ്രാശ്വം എന്നു പേരായതും ഇളാവൃത പൂർവവർഷേ, ഇളാവൃത ഭൂഖണ്ഡത്തിന്റെ പൂർവവർഷേ കിഴക്ക് ഭാഗത്തുള്ളതുമായ ആ ഭൂഖണ്ഡത്തിൽ, വർഷം ഭൂഖണ്ഡം, പൂർവം കിഴക്ക്, അപ്പൊ കിഴക്ക് ഭാഗത്ത് ഇവിടെ ഇളാവൃതം എന്ന ആ ഭൂഖണ്ഡത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തില് കണ്ടു. അതിൻ്റെ കിഴക്കു ഭാഗത്തുള്ള ഭൂഖണ്ഡം, അതാണ് ഭദ്രാശ്വം. അവിടെ ഭദ്രശ്രവസ്സുകൾ എന്ന ഋഷിമാരാൽ പരിണൂയമാനം, നന്നായിട്ട് സ്തുതിക്കപ്പെടുന്നവനായി, അവിടെ ഭദ്രശ്രവസ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹർഷിമാര്, മംഗളമായ കീർത്തിയുള്ളവർ. ശ്രവസ്, മംഗളമായ ശ്രവസ്, അതായത് മംഗളമായ ഭദ്രമായ കീർത്തിയുള്ളവർ, അവരാണ് ഭദ്രശ്രവസ്സുകൾ. അവര് നന്നായിട്ട് സ്തുതിക്കുന്നു. ഇനി അവരാരെയാണ് സ്തുതിക്കുന്നത് എന്ന് പറയാണ്. കൽപ്പാന്ത കാലത്തിൽ, അതായത് പ്രളയകാലത്ത് നിഗൂഢങ്ങളായ, അതായത് മറഞ്ഞുപോയ നിഗമങ്ങളെ, വേദങ്ങളെ വീണ്ടെടുക്കുന്നതിൽ പ്രവീണ, മിടുക്ക് കാണിച്ച. അപ്പൊ ഇവിടെ പ്രളയകാലത്ത് മറയ്ക്കപ്പെട്ട ആ വേദങ്ങളെ വീണ്ടെടുക്കുന്നതിൽ മിടുക്ക് കാട്ടിയവനായ ഹയശീർഷതനും ദേവ, ഹയഗ്രീവമൂർത്തിയായ ദേവ, ഹേ ദേവ, ഭവന്തം ധ്യായാമി, അങ്ങയെ ഞാൻ ധ്യാനിച്ചു കൊള്ളുന്നു. അപ്പൊ ഇവിടെ ഭദ്രശ്രവസ്സുകള് ഹയഗ്രീവമൂർത്തിയെയാണ് ഈ ഭദ്രാശ്വം എന്ന ആ ഭൂഖണ്ഡത്തില് പൂജിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.